ആമസോണിൻ്റെ ലൈവായിട്ടുള്ളൊരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് പ്രോഡക്റ്റ്, ഇതിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആമസോണിൻ്റെ ലോഗോയും കാര്യങ്ങളും എല്ലാം ഞാൻ ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ടിട്ടുണ്ട്. ആമസോണിൻ്റെ ലോഗോയും കാര്യങ്ങളും എല്ലാം ഡെസ്ക്ടോപ്പിലുണ്ട്. ഞാൻ ഡെസ്ക്ടോപ്പിൽ ആമസോൺ എന്ന് പറഞ്ഞൊരു സെയിലിൻ്റെ ഇതാണ് പ്രോഡക്റ്റ്. ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് പ്രോഡക്റ്റ്. ആമസോണിൻ്റെ ലോഗോ ഇതാണ്, അവരുടെ ഇപ്പോഴത്തെ എംബ്ലം. ഓക്കെ, നമുക്ക് എന്തൊക്കെ എടുക്കാം അതെല്ലാം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതാണ് സംഭവം, ഇത് പഴയതാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രേറ്റ് സമ്മർ സെയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം അവരൊരു കളർ കണ്ടല്ലോ, ഇതാണ് അവരൊരു കളർ ടോണ്. നമുക്ക് ഈ കളർ ടോൺ തന്നെ പിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഫയലിൽ ഞാൻ ന്യൂ എടുത്തിട്ട് നമ്മൾ സാധാരണ ഈ പോസ്റ്ററാണ് ചെയ്യുന്നത്, പോസ്റ്റർ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇഞ്ചസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് 8.5/11 അതിനെ ലാൻഡ്സ്കേപ്പ് ആക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ബേസിക് സംഭവം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇമ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ആ പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ, പ്ലേസ്, ലിങ്ക്ഡ്. സോ Ctrl+V അടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ പ്രോഡക്റ്റ്. അപ്പം ഇതാണ് നമ്മുടെ കളർ. അപ്പോൾ അത് നമ്മൾ കളർ മാച്ച് ചെയ്യുക, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് കളർ മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് പോയിട്ട് ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു സോളിഡ് കളർ പിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇതിനെടുക്കാം കണ്ടോ, അല്ലെങ്കിൽ ഇതിനെടുക്കാം. ഏതാണ് നമുക്ക് വേണ്ട കളർ, ആ ഒരു കളറിനെ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡിയൻ്റ് പിക്ക് ചെയ്യാം. സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് എടുത്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഇത് പിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഒപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ അത് 100 ആക്കി. ഓക്കെ, 100 ആക്കിയപ്പോൾ ഇത് ബ്ലാക്ക് ആയി. അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേറെ കളർ എടുക്കുക, അല്ലെങ്കിൽ ഈ കളർ എടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഫീല് പോകും. ഓക്കെ, അപ്പോൾ ഇതിപ്പം എന്താണ് പക്ക ഗ്രേഡിയൻ്റ് ആയത് പറയാൻ പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേറൊരു കളറും കൂടെ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. വൈറ്റോ ഏത് കളറാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആ ഒരു കണ്ടോ, ഈ ഒരു ഇങ്ങനെ ഒരു കളർ പിക്ക് ചെയ്തു. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറച്ചും കൂടി ഒരു ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ് എനിക്കൊന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ഓക്കെ എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ കളർ. ഇനി ഞാൻ റേഡിയലാക്കണമെങ്കിൽ റേഡിയലാക്കാം. കണ്ടോ, ആ ഒരു ഫീലില്ല, ലീനിയറാണ് പക്കയായിട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ കറക്കാം. ഏത് ഏരിയക്കകത്തോടെ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ അടിക്കാം. ആംഗിൾ പ്രോപ്പർ അല്ല, റിഫ്ലക്റ്റഡ് അടിക്കാം. റിഫ്ലക്റ്റഡിൽ നമുക്ക് നീക്കി വയ്ക്കാം. ഇല്ല, ഞാൻ ലീനിയറിൽ തന്നെ ഫിക്സ് ചെയ്യണം. ഓക്കെ, ലീനിയറിൻ്റെ സ്കെയിലും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു കളർ തന്നെ പിടിച്ച. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ നല്ലോണം സൂം ചെയ്തതിന് ശേഷം നമുക്കിത് മാത്രം എടുക്കണം. ഏതാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സെലക്റ്റിൻ്റെ അകത്ത് കളർ റേഞ്ച്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം, ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് ഓക്കെ എടുത്ത് നോക്കാം. ഓക്കെ, കിട്ടിയല്ലോ എല്ലാം. ആ ഒരു കുറച്ച് ഏരിയ കിട്ടാനുണ്ട് അല്ലേ. ഈ ഒരു ഏരിയ നമുക്ക് ചെറുതായിട്ട് ഉള്ള എഡ്ജസ് മാത്രം കിട്ടാനുണ്ട്. വീണ്ടും സെലക്റ്റിൻ്റെ അകത്ത് നമുക്ക് കളർ റേഞ്ച് അടിക്കാം. കളർ റേഞ്ച് അടിച്ചിട്ട് നമുക്ക് ഇമേജിനെ പിടിക്കാം. ഇമേജ് പിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഗ്രേ സ്കെയിലുണ്ട് കണ്ടോ, ഗ്രേ സ്കെയില്. അപ്പോൾ ഗ്രേ സ്കെയിലിനകത്ത് എന്തൊക്കെ ഉണ്ട് അത് മൊത്തവും കിട്ടും. ഓക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നാലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ വെച്ചിട്ട് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ഏരിയ മാത്രം നമുക്ക് പിടിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചാനൽസിലൊക്കെ പോയിട്ട് ചെയ്യണം. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ തൽക്കാലം അത് വേണ്ട. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, സെലക്ട് സബ്ജക്റ്റ് അടിച്ച് നോക്കാം. സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു നമുക്ക് നോക്കാം. ആ എഡ്ജ് പ്രോപ്പറായിട്ട് വരുമെന്ന് നോക്കാം. ഓക്കെ, ഒരുവിധം കുഴപ്പമില്ല. പക്ഷേ ഈ ഭാഗമൊന്നും വന്നിട്ടില്ല. ഈ ഭാഗം ഇത് അകത്ത ഭാഗമൊന്നും വന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ലാസോ ടൂൾ എടുത്തിട്ട് ഇത് കണ്ടോ, ആഡ് ടു സെലക്ഷൻ. ഓക്കെ, അപ്പോൾ എനിക്കിത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് മൊത്തം ഇങ്ങനെ അങ്ങ് സെലക്ട് ചെയ്ത് തൽക്കാലത്തേക്ക് മൊത്തം ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അങ്ങ് സെലക്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ആയി. ഞാൻ Ctrl+Shift+I അടിക്കുക, ഇൻവേർട്സ് ചെയ്യുക.
ഇവിടെ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സെലക്റ്റിൻ്റെ അകത്ത് പോവുക, അതിനെ ഇൻവേഴ്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ലിങ്ക് ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ചെയ്യുക. ഇതിന് ഞാൻ അതിനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. കണ്ടോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ കിട്ടി. അപ്പോൾ കുറച്ചും കൂടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ പിടിക്കുക, കുറച്ച് സമയം വേണം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അത് മൊത്തം എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ടൈം ഇത് ചെയ്യുന്ന സമയത്ത് നേരെ അങ്ങ് ചെയ്താൽ മതി. അപ്പം ഇപ്പോൾ ഈ ഒരു ഏരിയക്കകത്താണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പ്രോപ്പർ ആക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്ലോൺ ടൂൾ ഉണ്ട് കേട്ടോ, ക്ലോൺ സ്റ്റാമ്പ് ടൂൾ. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഇതിനെ മൈനസ് അടിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് കുറച്ചിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഉണ്ട്, അത് കറക്റ്റ് ചെയ്തെടുക്കണം. കറക്റ്റ് പൊസിഷൻ ആണെങ്കിൽ കറക്റ്റ് പൊസിഷനിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടൂളുണ്ട്. ഏതാ, ഇതിൻ്റെ അകത്ത് സ്മഡ്ജ് ഉണ്ട്. സ്മഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മഡ്ജ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇങ്ങനെ കുറച്ചൊന്ന് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ക്ലോൺ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം സ്മഡ്ജ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതാണെങ്കിൽ സ്മഡ്ജ് ചെയ്യണമെങ്കിൽ ഇത് മൊത്തം അങ്ങ് ഒറ്റയടിക്ക് സ്മഡ്ജ് ചെയ്യാം. ഉണ്ട്, ഇത്രയും ഭാഗം ചെയ്യേണ്ടി വരും അത്. ഉണ്ട്, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ അടിച്ചു കൊടുക്കും. കണ്ടോ? എന്നിട്ട് ഈ ഏരിയ മൊത്തം സ്മഡ്ജ് ചെയ്ത് ചെയ്യണം. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്ലോൺ ടൂൾ ഉപയോഗിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ വെച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്യുക. ഇതിനെ കണ്ടോ? പിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇത് ഫില്ല് ചെയ്യാം. പക്ഷേ മൊത്തത്തിൽ ഫില്ല് ആവരുത്, ആ ഒരു ഗ്യാപ്പിൽ മാത്രമേ ഫില്ല് ആവുള്ളൂ. ഉണ്ടോ? പല മാർഗ്ഗങ്ങളുണ്ട്, ഒരു മാർഗ്ഗമല്ല. ഇതിനകത്ത് ഒരുപാട് പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ചെയ്ത് അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളുണ്ട്. കണ്ടോ? സ്പോട്ട് ഹീലിംഗ്, അത് വേറൊരു മാർഗ്ഗമാണ്. സ്പോട്ട് ഹീലിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. പക്ഷേ ആ തൊട്ട് ഈ ഒരു ഭാഗമായിരിക്കും ഇത് വരണത് സ്പോട്ട് ഹീലിംഗ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഹീലിംഗ് ബ്രഷ് ടൂളുണ്ട്. ഹീലിംഗ് ബ്രഷ് ടൂളാണെങ്കിൽ കണ്ടോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മൾ ടൈം എടുത്തിട്ട് വളരെ പതുക്കെ ചെയ്യുക. മൈനസ് അടിക്കുന്നു, ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു, ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു, ഓൾട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. അത് സൂക്ഷിച്ച് ചെയ്യുക. ഓൾട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഓൾട്ട്. ഓക്കെ, തൽക്കാലം റഫാണ്, റഫായിട്ടത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കുന്നില്ല, ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിന് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഓഫറും കാര്യങ്ങളും എല്ലാം ഒന്നും വേണ്ട, കൺട്രോൾ ഡി അടിക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഭാഗം ഞാൻ റിമൂവ് ചെയ്ത്, അതേപോലെ തന്നെ ഈ ഭാഗവും റിമൂവ് ചെയ്ത്. കാരണം നമ്മൾ അത്ര പ്രോപ്പറായിട്ട് അവിടെ കട്ട് ചെയ്തില്ല. അത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട, വളരെ പതുക്കെ ചെയ്യേണ്ട പ്രോസസ്സാണ്. നമുക്കിത് ഇല്ലെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അത് വേണ്ടതുകൊണ്ട് ഇത് മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മെയിൻ. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഒറ്റ ഡിലീറ്റ്. ആ ലെയറിൽ തന്നെ ഇരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലോഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കുകയാണ്, കൺട്രോൾ ഡി അടിച്ചു. അപ്പോൾ ഇതിപ്പോൾ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള മാത്രം ഇതാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഇരിപ്പുണ്ട്. കണ്ടോ? അതാണ് ഈ കൺട്രോൾ ടി അടിക്കുമ്പോൾ ഇതും കൂടെ കയറി വരുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് റെക്ടാങ്കിൾ മാർക്ക് ടൂൾ വെച്ചിട്ട് ഞാൻ ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി അടിച്ചു, കൺട്രോൾ ടി. ഇതിനെ നമുക്ക് മെയിൻ സംഭവമായിട്ട് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. കണ്ടോ? മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഇതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്, ആമസോണിൻ്റെ ഒരു ലോഗോ വയ്ക്കാം. ഓക്കെ, ആമസോണിൻ്റെ ഒരു ലോഗോ നമുക്ക് കൺട്രോൾ ടി അടിച്ചിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര വലുതൊന്നും ആക്കണ്ട, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏരിയയ്ക്ക് അത് അവിടെ നിന്ന് വെച്ച് കൊടുക്കുക. ഇതാ ആമസോണിൻ്റെ ലോഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഓക്കെ, ഇനി നമ്മൾ ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് നിന്ന് ലാപ്ടോപ്പ് എടുക്കാം. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. ലാപ്ടോപ്പാണ് എൻ്റെ പ്രോഡക്റ്റ്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക? റാസ്റ്ററൈസ് ലെയർ, എന്നിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമുക്കത് ആ ഒരു ഭാഗവും കൂടെ നമുക്ക് റിമൂവ് ആയിട്ട് പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ.
അപ്പോൾ അതൊന്നും ഇല്ല ചെയ്യാൻ അത് നമുക്ക് നമ്മുടെ സെലക്ഷൻ ടൂളുണ്ട് ഇവിടെ, ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ, അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ കണ്ടോ. ഇതിനെ നമുക്കിങ്ങനെ മൈനസ് ചെയ്തിട്ട് നല്ലോണം മൈനസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക, കൺട്രോൾ ഡി. അതും സ്വല്പം പണിയെടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് റഫായിട്ടങ്ങ് വരയ്ക്കാം. ഓക്കെ, കൺട്രോൾ ഡി. ഇത് നല്ലതായിട്ട് അറിയാൻ പറ്റും, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട പരിപാടിയാണത്. ഓക്കെ, എന്നിട്ട് ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റാണ്, ഈ പ്രോഡക്റ്റുകാർക്കാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ കൂടുതൽ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഈ ഒരു പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ ഇതിനെ അങ്ങോട്ട് മുകളിലോട്ട് പിടിക്കാം, ഇതിനെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ മുകളിലാക്കിയിട്ട് ഇത് കണ്ടോ, ഇതൊരു മാസ്ക് ഇപ്പോൾ കിടക്കുകയാണ്, വേണ്ട അതിൻ്റെ ആവശ്യമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ. നമ്മളിനിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് കൺട്രോൾ ജെ അടിക്കുക. അപ്പോൾ എന്ത് വരും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. കൺട്രോൾ ടി, റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് വെർട്ടിക്കലി. ഓക്കെ, ഞാൻ എന്നിട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കണേ. ഇപ്പോൾ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് എനിക്കൊരു റിഫ്ലക്ഷന്, നമുക്കൊരു പ്രോപ്പർ റിഫ്ലക്ഷൻ വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സാധാരണ മാസ്കിൽ ക്ലിക്ക് ചെയ്യരുത്, വെറുതെ ക്ലിക്ക് ചെയ്താൽ വൈറ്റ് വരും. കൺട്രോൾ ഐ അടിച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബ്രഷ് ടൂൾ എടുക്കുന്നു. ബ്രഷ് ടൂൾ എടുത്തിട്ട് ബ്രഷ് ടൂളിനെ സ്വല്പം ഒന്ന് വലുതാക്കുക. ബ്രഷ് ടൂളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഒരു 100 വേണ്ട, നമുക്ക് 90 കൊടുക്കാം. 90 കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ 90 സ്വല്പം കൂടുതലാണ്, ഒരു 50 ആക്കാം. ഓക്കെ, 15 കുറച്ച് കൂടുതലാണ്, നമുക്ക് 15 വേണ്ട, ഒരു 25 ആക്കാം. ഇത് പതുക്കെ ഇങ്ങനെ അങ്ങ് പെയിൻറ്റ് ചെയ്യാം. ഇത്രയും വേണ്ട, ഇതിൻ്റെ ആവശ്യവും ഇല്ല. അപ്പോൾ നമുക്ക് 10 ആക്കാം. അതിലോട്ട് ലയിച്ചിരിക്കുന്ന ഒരു ഫീല് വേണേ 10. ഇപ്പോൾ ഫ്ലോ ആണെങ്കിൽ ഫ്ലോയും കുറയ്ക്കാം. ഒപ്പാസിറ്റി സ്വല്പം കൂടെ ഒപ്പാസിറ്റി കുറച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമേ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യമേ നമ്മളെങ്ങനെ പെയിൻറ്റ് ചെയ്യും അതുപോലെ. സോ ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഒപ്പാസിറ്റി എത്ര കൊടുക്കാം, ഒരു 20 കൊടുക്കാം, അതിൽ കുഴപ്പമില്ല. കണ്ടോ, അത് വീണ്ടും പെയിൻറ്റ് ചെയ്ത് കയറി കഴിഞ്ഞാലാണ് പ്രശ്നം. കണ്ടോ, അത് ആക്ച്വലി അവിടെയല്ല അത് പെയിൻറ്റ് ചെയ്ത് കയറേണ്ടത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആ ഒരു എഡ്ജിൽ കാണത്തക്ക രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ പെയിൻറ്റ് ചെയ്യാം. കണ്ടോ, വന്നിട്ട് ലാസ്റ്റ് ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ടി അടിച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്യാം. ഇത്രയും വേണ്ട, അത് വൃത്തിയുടായി കൊണ്ട് ഞാൻ സ്വല്പം ഒന്ന് ഇങ്ങനെ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഒപ്പാസിറ്റി നമുക്ക് സ്വല്പം കൂടെ കുറയ്ക്കാം. ഓക്കെ, വീണ്ടും ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പെർസ്പെക്റ്റീവ് ആക്കാം. നോക്കിയേ, കണ്ടോ, ഇങ്ങനെ പെർസ്പെക്റ്റീവ് ആക്കാം. കണ്ടോ, പിന്നെ ഏത് രീതിയിൽ വേണോ നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഒന്ന് എൻ്റർ ചെയ്തിട്ട് കൺട്രോൾ ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഈ രീതിയിൽ വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് അത് കുറഞ്ഞ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ എപ്പോഴും പെയിൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിൽ എന്നിട്ട് ഇത് സ്വല്പം ഒന്ന് ചെറുതാക്കുക, ഒരു വര വരച്ചു കൊടുക്കുക. വര വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ വരയ്ക്കുക. കാരണം ഇതിൻ്റെ ഒരു കോണ്ടാക്ട് ഷാഡോ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത് 20 ആയിപ്പോയി, 100 ആക്കുക. അതേപോലെ ഫ്ലോയും നമ്മൾ 100 ആക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലാണ് വരയ്ക്കുന്നത്. ഫിൽറ്ററിൻ്റെ അകത്ത്, ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും എഡിറ്റ് ചെയ്യാൻ പോകേണ്ടതിന് ഫിൽറ്റർ, ബ്ലർ, അതിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ കൊടുക്കുക. എത്രത്തോളം ബ്ലർ വേണമെന്നുള്ളവരെ നമ്മൾ തീരുമാനിക്കുക. അതാകുമ്പോൾ അവിടെ എന്തോ ഒരു സംഭവം അങ്ങോട്ടുണ്ടെന്നുള്ളൊരു ഫീല് കിട്ടും നമുക്ക്. ഓക്കെ, കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും കൺട്രോൾ ജെ അടിച്ചാൽ ഒരെണ്ണം കൂടെ കിട്ടും. കൺട്രോൾ ടി അടിച്ചു കഴിഞ്ഞാൽ ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പെർസ്പെക്റ്റീവ് പിടിച്ചിട്ട് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം.
മീൻസ് ഇങ്ങോട്ട് ആ ഒരു പൊസിഷനിലോട്ട് കണ്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചാൽ എന്നിട്ട് നമുക്ക് ഇതാണ് രണ്ടാമത്തെ കോപ്പിയെ. വീണ്ടും ഇതൊരു ഗോസിയൻ ബ്ലർ, ഇതൊരു ഗോസിയൻ ബ്ലർ. സോ ഈ ഗോസിയൻ ബ്ലർ എടുത്തിട്ട് ഉണ്ട് എങ്ങനെ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ഈ ഗോസിയൻ ബ്ലർ ആണെങ്കിൽ ഈ ഗോസിയൻ ബ്ലറും കൂടെ സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടെന്നുള്ളൊരു ഫീല് മാത്രം നമുക്ക് ഓക്കെ ആ ഒരു ഫീല് മാത്രം നമുക്ക് അവിടെ വരുത്താം. അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി വീണ്ടും കുറയ്ക്കാം. സ്വല്പം കൂടെ കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് നമുക്ക് അവിടെ കുറയ്ക്കാനും കൂട്ടാനും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റിഫ്ലക്ഷനായി ആ ഒരു ഏരിയക്കകത്ത് ഈ ഒരു സംഭവമായി. വേണമെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്ട് ഷാഡോയും കൂടി ഇങ്ങനെ കൊടുക്കാം. കോണ്ടാക്ട് ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ കൊടുത്തില്ലേ അതേപോലെ തന്നെ അതിന് പകരം ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രഷിനെ ഇങ്ങനെ ചപ്പിക്കാം. കണ്ടോ, അതായത് ഇങ്ങനെ നോക്കിയാൽ ഈ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് ഈ ബ്രഷിന് നമുക്ക് ഇതാ ഇങ്ങനെ ചപ്പിച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കണ്ടോ. ഇവിടെ കോണ്ടാക്ട് കിട്ടും. അവിടെ സെലക്ട് ചെയ്യുക, ഡൗൺ അടിച്ചു കൊടുക്കുക, ഇതിൻ്റെ ഡൗണിലാക്കി കൊടുക്കുക. ഇതിൻ്റെ ഇവിടെ ചെക്ക് ചെയ്യാൻ നോക്കണം അതിൻ്റെ അടിയിൽ കയറിയിട്ടുണ്ടെന്നത്. സോറി, ഇതല്ലേ കൺട്രോൾ ടി അടിച്ചിട്ട് ഓക്കെ ഫിൽട്ടർ ബ്ലർ ഗോസിയൻ ബ്ലർ. അത് കൺട്രോൾ ടി അടിച്ച് വെച്ചേക്കണം. ഇത് ലെയർ മാറിപ്പോരുത്. ബ്ലർ ദെൻ ഗോസിയൻ ബ്ലർ. അല്ലെങ്കിൽ മോഷൻ ബ്ലർ ഉണ്ട് അതിൻ്റെ അകത്ത്. മോഷൻ ബ്ലർ ആയിരുന്നാലും കുഴപ്പമില്ല. അതാ കണ്ടോ, മോഷൻ ബ്ലർ ആണെങ്കിലും കുഴപ്പമില്ല. കൺട്രോൾ ടി അടിച്ചിട്ട് അതിനെ സ്വല്പം കൂടെ ആ ഒരു ഭാഗത്തേക്ക് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു ഷാഡോയും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതവിടെ ഇരിക്കുന്നൊരു ഫീൽ കിട്ടും. വീണ്ടും പതുക്കെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ മതി. ഇനി അത്രയും അതിന് കൂടി കഴിഞ്ഞാൽ അത് വൃത്തിയിടാവും. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് കൺട്രോൾ സി അടിച്ചിട്ട് എല്ലാം കൂടെ വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് മെയിൻ സാധനങ്ങൾ മാത്രം തൽക്കാലം വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഇതിൻ്റെ കളറൊക്കെ നമുക്ക് പിന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ കളറെല്ലാം. ഞാൻ ഒരു പുതിയ ലെയർ എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ലെയർ എടുക്കാം. ടെക്സ്റ്റ് ലെയർ എടുത്തിട്ട് ഹൊറിസോണ്ടൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു. പിന്നെ ഞാൻ കളറ് വൈറ്റ് ആക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും ഇതാണെങ്കിൽ അത് മാറ്റുക. സൈസ് നല്ലോണം കുറയ്ക്കുക. കൺട്രോൾ വി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോൺഫിഗറേഷൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇതിന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൺട്രോൾ എക്സ് അടിച്ചേ. ഏത് ഏരിയക്കകത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വീണ്ടും ഞാൻ അടുത്ത ഒരു ഇതും കൂടെ വരയ്ക്കുകയാണ്. ഒരു ടെക്സ്റ്റ് ലെയറും കൂടെ വരച്ചിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും കൺട്രോൾ വി അടിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഭാഗം ഇത്രയും ഒരു ഭാഗം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കോമ മാത്രം DDR. ഓക്കെ, ഇതിങ്ങനെ കട്ടായിപ്പോയി. ഓക്കെ, സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എപ്പോഴും ആ ഒരു കോമ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് രണ്ടും രണ്ട് ഏരിയക്കകത്ത് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്തേ ഈ ഒരു ഏരിയക്കകത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ കൺട്രോൾ ടി അടിച്ചിട്ട് സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കുക. ഓക്കെ, ഇതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. സോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിലല്ല നമ്മുടെ മെയിൻ ലോഗോയിൽ കൺട്രോൾ ടി അടിച്ചിട്ട് സ്വല്പം കൂടെ ചെറുതാക്കുക.
എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്വല്പം ഒന്ന് ബ്രൈറ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലാപ്ടോപ്പിൽ പോയിട്ട് ലാപ്ടോപ്പിൻ്റെ തൊട്ട് താഴെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ബ്രഷ് ടൂൾ എടുത്തു. ബ്രഷ് ടൂളിനകത്തൊരു വൈറ്റ് എടുത്തിട്ട് ഇവിടെ അങ്ങ് പെയിൻറ്റ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് വലുതാക്കിയിട്ട് ഫ്ലോയും എല്ലാം കറക്റ്റാണ്. ഞാൻ അതിനൊന്ന് വലുതാക്കി. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ലാപ്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന് മാത്രം ബ്ലർ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഗ്ലോസിയും ബ്ലറും കൊണ്ട് അടിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ചെറിയൊരു ഗ്ലോസിയും ബ്ലറും കൊണ്ട് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഫീലും കൂടെ അവിടെ കിട്ടും. അതായത് കുറച്ചും കൂടെ കളർ ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സംഭവം നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് ഏറ്റവും ഇതായിട്ട് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് പിക്ക് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ലല്ലോ, വലിയ പ്രോബ്ലം ഇല്ല. വേണമെങ്കിൽ ഈ കളർ യൂസ് ചെയ്താൽ മതി. ഞാൻ നിർബന്ധം പറയുന്നില്ല, ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സൈസ് വേറെ, ഇതിൻ്റെ സൈസ് വേറെ. ഇത് എത്ര 8 ആക്കാം ഇതിന്. ഓക്കെ. ഇതിനെ നമുക്ക് എത്ര ആക്കാം? ഇതിനെ നമുക്ക് 8 ആക്കാം. ഇപ്പോൾ 12 കിടക്കുന്ന 8 ആക്കാം. അത് നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്വീക്ക് ചെയ്യാം. ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചാൽ ഓക്കെ. ഇപ്പോൾ രണ്ടും കേട്ടോ, രണ്ട് ഇതിലാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ അറേഞ്ച് ചെയ്യാം. പക്ഷേ Ctrl X അടിച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് Alt ഹോൾഡ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്തു. വീണ്ടും സെലക്ട് ചെയ്തിട്ട് Ctrl V അടിച്ചു. എന്നിട്ട് അതിൻ്റെ വാല്യൂ എത്രയാണ്? 8 അല്ലേ? 8 ആയി കൊടുക്കുക. ഓക്കെ. KB. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്തുണ്ട്, ഒരു ജസ്റ്റ് ഒരു കോമയുണ്ട്. ഞാൻ ഈ കോമ തൽക്കാലം ഒഴിവാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിനെ ഞാനങ്ങ് എടുത്ത് കളയാം. ഇവിടെ നിന്ന് Ctrl X അടിച്ചിട്ട് ബാക്കി ഇവിടെ കൊണ്ട് വേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോഴാണ് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ഫീൽ വരും. കണ്ടോ? ഇപ്പോൾ കുറച്ച് ഭാഗത്ത് നമുക്ക് വൈറ്റും കൊടുക്കാം. മനസ്സിലായി? ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ഈ ഒറ്റ ഇത് വരുന്ന ഒരു ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനങ്ങ് വൈറ്റ് കൊടുത്തു. ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഹൈലൈറ്റ് ആണ് സംഭവം അല്ലേ? നമ്മൾ ഹൈലൈറ്റ് സംഭവമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വീണ്ടും ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതിനെ സ്വല്പം ഒന്ന് ഇങ്ങനെ മാറ്റിയിട്ട്, അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് കൊടുക്കുക, ഒരു കളർ കൊടുക്കാം. സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു ഇതിൻ്റെ ആ റെസ്പോൺസ് ടൈമിൻ്റെ അവിടെ ആ ഒരു ഏരിയക്കകത്ത് വേറെ ഏതെങ്കിലും ഇതിലൊരു കളർ തന്നെ എടുക്കാമേ, അതായിരിക്കും നല്ലത്. ഓക്കെ. ഈ കളർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരച്ചേ. ഓക്കെ. എന്നിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസ്റ്റ് ബ്ലർ കൊടുക്കുക. അത്രയും വേണ്ട, ചെറിയൊരു ഓക്കെ. വേണമെങ്കിൽ അതിനെ കട്ടിയായിട്ടൊക്കെ വയ്ക്കുക. അതൊക്കെ വൃത്തിയിലാണ് അങ്ങനെ വയ്ക്കുന്നത്. അവർ ഇതുപോലെ വേണമെങ്കിൽ വയ്ക്കാം. മീൻസ് ഇതുപോലെ, അതായത് നമുക്കിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരച്ചു, അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട്, ഇപ്പോൾ ഈ ഒരു കളറാണെന്ന് വെച്ചോ, ഇതെടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. G അടിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് Ctrl D അടിച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കും കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്, ഏത് രീതിയിലാണ് വയ്ക്കുന്നതെന്നുള്ളത്. ഓക്കെ. ഈ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. വേറെ ഏത് കളറാണെന്ന് വെച്ചാൽ അതിന് കളർ ചേഞ്ച് ചെയ്യാം. 1 2 3 Ctrl G for ഗ്രൂപ്പ് ആയില്ലേ? ഇത് രണ്ടും വന്നില്ല. ഇത് സെലക്ട് ചെയ്യുക, Ctrl G for ഗ്രൂപ്പ്. ഓക്കെ. മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് അല്ലേ, ഇതിനും കൂടെ സെലക്ട് ചെയ്യുക, Ctrl G for ഗ്രൂപ്പ് ആയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര ഒരു ഗ്രൂപ്പ് ആയാലും അപ്പോൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ആ ഒരു ഏരിയക്കകത്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് എവിടെ വെക്കണം എന്നുള്ള കാര്യവും നമുക്ക് തീരുമാനിക്കുക. ഇവിടെ തന്നെ വെച്ചാൽ മതിയോ അതോ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ വലിപ്പത്തിൽ വെക്കണോ? ഈ കളർ സിങ്ക് ആയിട്ടില്ലെങ്കിൽ കളർ മാറ്റിക്കോണേ. ഞാനിപ്പോൾ റഫ് കളർ വെച്ചു എന്നേ ഉള്ളൂ. ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്താണ് ഭയങ്കര തിക്കായിട്ടുള്ള കളറ് ഞാൻ റെഡ് വയ്ക്കുന്നത് വലിയ സുഖമില്ല കേട്ടോ. 819 ഏത് വണ്ടി? ബൈക്കാ? ഉണ്ടാ ബൈക്ക്? ഇല്ല.
ബൈക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാം. ഫിൽറ്റർ ബ്ലർ, ഗോസിം ബ്ലർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഒരു ചോയ്സാണ്. എങ്ങനെ നമുക്ക് വെക്കണമെന്നുള്ള കാര്യം നമുക്ക് തന്നെ തീരുമാനിക്കാം. ഓക്കെ, അതാകുമ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും, അത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആവും. അതേപോലെ ഈ റെഡ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, റെഡ് തന്നെ വെക്കണമെന്നില്ല. റെഡ് കറക്റ്റ് പാറ്റേൺ അല്ല, ഞാൻ ചുമ്മാ വെച്ചതേ ഉള്ളൂ റെഡ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മളെ ലോഗോ ഇല്ലേ, ലോഗോ ഇതായിരിപ്പുണ്ട്. കൺട്രോൾ ടി അടിച്ചിട്ട് ഇനി നമുക്ക് എല്ലാം കൂടെ സെലക്ട് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്യുക, 1 മുതൽ ലാസ്റ്റ് വരെ സെലക്ട് ചെയ്യുക. ഓക്കെ, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്. ഓക്കെ, ഒരു കൺട്രോൾ ജി അടിച്ചിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തൽക്കാലത്തേക്ക് എടുത്തു വയ്ക്കുക. എന്നിട്ട് അതിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫർ ലെയർ. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളർ ലുക്കപ്പ് ഉണ്ട് കണ്ടോ, കളർ ലുക്കപ്പ്. ആ കളർ ലുക്കപ്പിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള LUTൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ചിലപ്പോൾ നല്ല സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും കണ്ടോ. ഏതാണ് നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നത് അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതാണെങ്കിൽ ഇത്, ഇതാണെങ്കിൽ ഇത്, ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് ആ രീതിയിൽ വെച്ചിട്ട് നമുക്ക് അതിന് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ട്വീക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഇതൊന്നും നമുക്കൊരു സുഖമായിട്ട് തോന്നുന്നില്ല എന്ന് വെച്ചോ, നമുക്കിതിനെ ക്ലോസ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്തു. പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിൽറ്ററിൻ്റെ അകത്ത് ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്യാം. സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് മുതൽ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഷാഡോ മാത്രമാണെങ്കിൽ കണ്ടോ, ഷാഡോ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കളർ ആണെങ്കിൽ കളർ, സാച്ചുറേഷൻ ആണെങ്കിൽ കണ്ടോ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് വേണോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം, മനസ്സിലായില്ലേ. മീൻസ് അല്ല, ഓരോ ലെയറിലായിരുന്നെങ്കിൽ അത് ഓരോ രീതിയിലായേനെ. ഓക്കെ, പിന്നെ ഡീറ്റെയിൽ ഉണ്ട്. ഡീറ്റെയിൽ ആണെങ്കിൽ ഷാർപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഷാർപ്പൺ ചെയ്യാം കണ്ടോ, ഷാർപ്പൺ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമാണ് എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു കാര്യം. ഏതാണ്? ഈ ഒരു ടെക്സ്റ്റ് ലെയറാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് അത് ആ ടെക്സ്റ്റ് മാത്രം ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ, ആ ടെക്സ്റ്റ് മാത്രം കറക്റ്റായിട്ട് പ്രോപ്പർ ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകൂടെ ഫിൽറ്റർ ഏതാണ്? ക്യാമറ റോ ഫിൽറ്റർ. ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെൻസ് ബ്ലറുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കളർ മിക്സറുണ്ട്. കളർ മിക്സർ, കളർ ഗ്രേഡിങ്. ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സംഭവം തന്നെ ഉണ്ട് കേട്ടോ. വീണ്ടും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ച് ബ്രൈറ്റ് ആയിരിക്കട്ടെ. ബ്ലെൻഡിങ്, ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു പർട്ടിക്കുലർ കളർ വേണമെങ്കിൽ ആ പർട്ടിക്കുലർ കളർ തന്നെ അതിന് കൊടുക്കാം. ഏതെങ്കിലും കളർ തന്നെ വേണം, ഞാൻ ഓക്കെ എടുത്ത്. ഇനി വീണ്ടും നമുക്ക് പോയിട്ട് ഏതെടുക്കാം, വീണ്ടും ഇത് തന്നെ എടുക്കാൻ പറ്റും. ഏതാണ്? നമ്മൾ നേരത്തെ എടുത്ത കളർ ലുക്കപ്പ് തന്നെ എടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഏതാണ് നമുക്ക് വേണ്ട ഒരു സംഭവം അതാണെങ്കിൽ അത് യൂസ് ചെയ്യാം. കണ്ട ബ്ലൂവിൻ്റെ ടിൻറ്റ്. ഓക്കെ, ഏതാണ് ആ ഒരു ബ്ലാക്ക് ഒന്നും അറിയരുത്, നമ്മൾ വെച്ചിരിക്കുന്ന ബ്ലാക്കും കാര്യങ്ങളൊന്നും അതൊന്നും അറിയാൻ പാടില്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഇങ്ങനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിന് ഞാൻ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട്. കോൺട്രാസ്റ്റ് അതിലല്ല, ഇതിലെ ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്. നമുക്ക് എത്രത്തോളം അത് അഡ്ജസ്റ്റ് ചെയ്യണം അത്രത്തോളം നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നോക്കുക, F അടിച്ചിട്ട് നമ്മൾ ടാബ് അടിച്ച് നോക്കുക. നമ്മൾ ഇതാണ് സംഭവം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യണം, ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ നമ്മളെ കയ്യിൽ സംഭവം ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട് കണ്ടോ. ഇതങ്ങ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ.
ഗ്രൂപ്പിൽ നമുക്കിവിടെ ഇത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കിവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ ഇത് കണ്ടോ, ഇത് ഓഫ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓരോ പീസ് ബൈ പീസായിട്ട് ഓരോരോ സംഭവങ്ങൾ വരച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നത് മറ്റേതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തതിനെ സെലക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്കി എന്തെങ്കിലും ട്വീക്ക് ചെയ്യണം അതെല്ലാം ട്വീക്ക് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫർ എൻ സൂൺ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ടൂൾസ് ഉണ്ട് കേട്ടോ. ഈ കസ്റ്റം ഷേപ്പ് ടൂളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും പല പല സംഭവങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നും ഇതിൻ്റെ അകത്തില്ല. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്സ് നമുക്കില്ല. ആ ഒരു ഷേപ്പും കൂടെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വരച്ച് വെച്ച് കൊടുക്കുക. ഓഫർ എൻഡ് സൂൺ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വരച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, മൊത്തത്തിൽ ഇതാണ് മൊത്തത്തിൽ നമ്മളെ ഗ്രൂപ്പ്. അപ്പോൾ ഇമേജിൻ്റെ അകത്ത് ഗ്രൂപ്പ് 2 ഉണ്ട്, ഗ്രൂപ്പ് 1 ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. റേഡിയലാണെങ്കിൽ റേഡിയലാക്കാം, ലീനിയർ ആണെങ്കിൽ. അപ്പോൾ ഈ കളറേ വേണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഉണ്ടോ ഫുൾ കളറേ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഉണ്ടോ, ഏതാണെന്ന് വെച്ചാൽ ആ ഒരു കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല. ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. പക്ഷെ ഇപ്പം നമ്മളൊരു കളർ കോൺട്രാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫീൽ വരാത്തത്. ഇത് ഉണ്ടോ, ഇതിപ്പോൾ വേറൊരു സ്റ്റൈലായി. അപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത്, ആ ഒരു ലീനിയർ മാറ്റി റേഡിയലാക്കണോ ആംഗിൾ ആക്കണോ, ആംഗിളിൽ വർക്ക് ചെയ്യത്തില്ല, റിഫ്ലക്റ്റഡ് ആക്കണോ, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ആംഗിൾ ഇങ്ങനെ കറക്കാം, സ്കെയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഉണ്ടോ സംഭവം മൊത്തത്തിൽ മാറിയണ്ട. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ കയ്യിൽ എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ?